കോഴിക്കോട് ഓട്ടോ ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന ചലച്ചിത്ര സംവിധായികയുടെ ആരോപണത്തിൽ നടപടി സ്വീകരിച്ച മനുഷ്യാവകാശ കമ്മീഷൻ. ഓട്ടോ ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷൻ അംഗം എൻ ബൈജുനാഥ് ഉത്തരവിട്ടു. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. നിഖിൽ, വിവരങ്ങൾ. പ്രവിത, മിനിഞ്ഞാന്ന് രാത്രി ഏതാണ്ട് 10 മണി കഴിഞ്ഞാണ് സംവിധായക കുഞ്ഞിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം കോഴിക്കോട്ടെ ഒരു ഓട്ടോ ഡ്രൈവറിൽ നിന്നുണ്ടാവുന്നത്. സാധാരണ കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കുറിച്ച് ഒരുപാട് വാഴ്ത്തുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അവർ താരതമ്യേന മറ്റ് ഓട്ടോ ഡ്രൈവർമാരെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിലാണ് ആളുകളോട് ഇടപെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്. എന്നാൽ തനിക്കിത് നിരവധി അനുഭവങ്ങളാകുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് സംവിധായക കുഞ്ഞില. അവരിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് താങ്കൾ നേരിട്ട അനുഭവം എന്തായിരുന്നു ഏറ്റവും ഒടുവിൽ? ഞാനൊരു 10:30 ആയപ്പോഴാണ് ഞാൻ KSRTC സ്റ്റാൻഡിൽ ഇറങ്ങിയത്. ബാംഗ്ലൂരിൽ നിന്ന് വരുമായിരുന്നു. അപ്പം ക്രോസ് ചെയ്തിട്ടാണ് ഓട്ടോ പിടിച്ചത്. അപ്പോൾ ഓട്ടോ പിടിച്ചപ്പോൾ 120 എന്ന് പറഞ്ഞിട്ടാണ്, കാരണം മീറ്റർ ഇടുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല. രാത്രി ഉണ്ടെങ്കിൽ ഇരട്ടിക്കൂലിയാണ് ചോദിക്കാറ്. അപ്പം അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചിട്ട് കയറിയത്. അപ്പം 120 എന്ന് പറഞ്ഞു. ഇവിടെ എത്തിയപ്പം 160 ചോദിച്ചു. അപ്പം ഫോണിൽ ടോർച്ച് അടിച്ച് പിടിച്ചേക്കണേൻ്റെ ഒരറ്റ അങ്ങേരുടെ കയ്യിലായിരുന്നു, ഡ്രൈവറുടെ കയ്യിലായിരുന്നു. അപ്പോൾ 120 രൂപ ഞാൻ കാശാണ് കൊടുത്തത്. ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല. കൊടുത്തപ്പം അങ്ങേര് എൻ്റെ ഫോൺ പിടിച്ചു വെച്ചു. എന്നിട്ട് ഇത് ഞാനിങ്ങനെ വലിക്കുമ്പോൾ തരുന്നില്ല. അപ്പോൾ ഭയങ്കര ശക്തി എടുത്ത് വലിച്ചപ്പോഴാണ് പിന്നെ ഫോൺ കിട്ടിയത്. അപ്പം എന്നിട്ട് ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ട് പോയപ്പം അങ്ങേര് ഞാൻ അങ്ങോട്ട് കയറി വരുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പേടിയായി. ഞാൻ പോയിട്ട് ഓട്ടോൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുത്തപ്പം പിന്നെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വന്ന ഓട്ടോൻ്റെ നമ്പർ എനിക്ക് നോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി വന്നപ്പോൾ അങ്ങേര് പുറകെ വന്നിട്ട് ഞാൻ കൊടുത്ത 120 രൂപ വലിച്ചെറിഞ്ഞു. പിന്നെ ഭയങ്കര ബഹളം വയ്ക്കാൻ തുടങ്ങി. നീ ആരാന്ന വിചാരം, ഞാൻ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ്, ഇവിടുത്തെ ഓട്ടോക്കാരെ നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ച് കഴിഞ്ഞിട്ട് അങ്ങേര് അവിടെ ഒരു വണ്ടി സൈഡ് കൊടുക്കാൻ പറഞ്ഞപ്പം പോണ വഴിക്കാണ് തെറി പറഞ്ഞ്, നിന്നെ ആ വീഡിയോയിൽ പറയണ പോലെ പറഞ്ഞിട്ട് പോയത്, നിനക്ക് പണി പിന്നെ തരാമെന്നോ പറഞ്ഞിട്ട് തെറിയും വിളിച്ചു. പിന്നെ അതും പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോലീസ് വരുന്നത് ഒക്കെ. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നുള്ളതാണ്. കാരണം ഇതിപ്പോൾ ഞാൻ തന്നെ ഒരു 3 പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പാസ്റ്റ് ഇൻസിഡൻസ് കഴിഞ്ഞ ഡിസംബറിൽ വരെ ഞാൻ MVDക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പോലീസിലല്ല, MVDക്കായിരുന്നു പരാതി അയച്ചത്. അതിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ മര്യാദയ്ക്കൊരു എന്താണ്, മുകളിൽ നിന്നുള്ള നടപടി, എൻഫോഴ്സ് ചെയ്യാനുള്ള നടപടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അനുഭവം ഉണ്ടാവേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഗണേഷ് കുമാറിന് ഒരു കത്ത് എന്നുള്ള നിലയ്ക്ക് ഗണേഷ് കുമാർ അറിയാൻ വേണ്ടി അറിയിച്ചൊരു കാര്യം, അതിലിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഈ കമ്മീഷൻ അംഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിയുടെ തലത്തിൽ നിന്ന്, സർക്കാർ തലത്തിൽ നിന്ന് ആരെങ്കിലും താങ്കളെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആരും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്നത് ഈ വകുപ്പ് തലത്തിൽ നിന്നാണ് ഇത് വരണ്ടേന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എത്രത്തോളം ഈ സിറ്റുവേഷന് മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈവൺ ഇപ്പോൾ ഈ ഇൻസിഡന്റിൽ പരാതി ഉണ്ടോ? താങ്കൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി കൊടുത്തോ? പോലീസ് സ്റ്റേഷനിലല്ല, മറ്റേ MVDന്റെ സപ്പോർട്ട് നമ്പറുകൾ ഉണ്ടല്ലോ പരാതിപ്പെടാൻ പറ്റുന്ന, അതിനകത്താണ് ഞാൻ പരാതി കൊടുത്തേക്കണേ. എന്തായാലും ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം എൻ ബൈജു ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം, അതായത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി മറ്റു വകുപ്പ്, ഗതാഗത വകുപ്പ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ അവർ പങ്കുവെക്കുന്നതും. പ്രവിത, നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.